ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു എക്സാമിന് കോഴിക്കോട് പോയപ്പോ അവിടെ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പോഴും ആ ടേസ്റ്റ് നാവിന്ന് പോയിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നലെ ആളെ വിളിച്ച് ആ ഡിഷിന്റെ പേരൊന്ന് ചോദിക്കാൻ ശ്രമിച്ചു. അപ്പൊ ആള് പറഞ്ഞു ആ പേരൊന്നും അറിയില്ല, അതങ്ങനെ ഉണ്ടാക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാക്കാറുണ്ട്, ആ രീതിയിൽ തന്നെ ടേസ്റ്റ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി അത് കൺഫേം ചെയ്തു, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ഇതുപോലൊക്കെ തന്നെ ഉണ്ടാക്കാറ്, ഒരു മാസം വരെ ഒരു കുഴപ്പമുണ്ടാവില്ല, സൂപ്പറായിട്ട് കേടില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. അപ്പൊ ഞാൻ ഇതിന് പേരിട്ടു പാവയ്ക്ക പുളിഞ്ചി. അപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോടുള്ള മറ്റുള്ളവരത് ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല. അത് വേറെ ഏത് നാട്ടുകാരാണ് അങ്ങനത്തെ രീതിയിൽ പാവയ്ക്ക കൊണ്ട് അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻ ഇൻഗ്രീഡിയന്റ് പാവയ്ക്ക തന്നെ, കൈപ്പക്കായ ഞാൻ ഒരെണ്ണാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 10 പച്ചമുളക്, അപ്പൊ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം, 3 വറ്റൽമുളക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ നമ്മുടെ വാളൻ പുളി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി സോക്ക് ചെയ്ത് വെച്ചാൽ അതുകൊണ്ടാണ് വീർത്ത് വന്നിരിക്കുന്നത്. നമുക്കിത് ഈ പുളിവെള്ളം പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. വലിയ അച്ച് ശർക്കര ഞാൻ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് സോൾട്ടും വേണം. അപ്പൊ ഈ കൈപ്പക്കായ ഞാന് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തു കൊടുന്നതാണ്. അപ്പൊ ഇതിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടു. ഇത് കഴിഞ്ഞിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ഇതും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നോക്കിയെടുക്കണം കേട്ടോ. ഈ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കണേന്നൊന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ഒരു മാസം മുന്നൊക്കെ തൊട്ട് ഉണ്ടാക്കി വെക്കാം. ഇത് ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചട്ടിയിൽ തന്നെ വെച്ച് ഇടയ്ക്ക് ചൂടാക്കി അങ്ങനെയൊക്കെ, അത് വെള്ളം നനയാണ്ട് നോക്കി കഴിഞ്ഞാൽ ചൂടാക്കാണ്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ കൈപ്പക്കായ നമ്മള് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പൊ ചട്ടി ചൂടായി തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വേണം. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചൂടാവണം. അപ്പൊ എണ്ണ ചൂടായി തുടങ്ങിയിട്ട് അതിലേക്ക് നമ്മള് കടുക് ഇട്ട് കൊടുക്കാനേ. അപ്പൊ കടുക് പൊട്ടി പകുതി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണം ഇഞ്ചിയും മുളക് വേപ്പില വറ്റൽമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പൊ ഇതില് ഉള്ളി ഇടാൻ പാടില്ല കേട്ടോ. ഉള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കില്ല. നിങ്ങൾക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഉള്ളി ഇട്ടാൽ കുഴപ്പമില്ല. ഇത് കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഈ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ എന്തായാലും ഒരു മാസം ഇരിക്കും. പിന്നെ നമ്മൾ കൈപ്പക്കായ വേറൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു.
മിക്കവാറും എനിക്ക് തോന്നുന്നത് അത് അധികം പേര് ഉണ്ടാക്കാറില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു. കയ്പക്കായും മാങ്ങയും കൂടിയിട്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടാണ്, ഒരു മഞ്ഞ കളറിലാണ്. നമ്മള് നാളികേരപ്പാലില് പച്ചമുളക് മാത്രം ഇട്ടിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് പറഞ്ഞു ഇങ്ങനെയല്ല ഞങ്ങൾ ഇതിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്, ഇങ്ങനെ ഉണ്ടാക്കണ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പ്രിൻസാന്റെ വീട്ടിൽ വന്നപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു കറിയാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഇഞ്ചി ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്, ഇഞ്ചിയും മുളകൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കയ്പക്കായ അരിഞ്ഞു വെച്ചത് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ കയ്പക്കായ ഇളക്കി കൊടുക്കുക, എന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് വഴന്ന് വരണം. അപ്പൊ അതിന്റെ ഇടയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ പുളിഞ്ചിക്കൊക്കെ എടുക്കണ പോലെ അത്ര പുളി എടുക്കണം. കയ്പക്കായ ഇതില് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 8 മിനിറ്റ് ഞാൻ ഇതില് ഈ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. കയ്പക്കായ നമ്മള് മുളക് പൊടി 2 ടീസ്പൂൺ എടുത്ത് വെച്ചതും അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സോൾട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മള് പുളിവെള്ളം പിഴിഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനൊപ്പം തന്നെ നമ്മള് ഒരു വെല്ലം ഉരുക്കി വെച്ചത്. അപ്പൊ അത് നമുക്ക് നമ്മുടെ സ്വീറ്റ്നെസിന്റെ ആ താല്പര്യം അനുസരിച്ച് ഇത് കൂട്ട കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. നമ്മള് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഇത് കുറുകി വരണം, വെന്ത് വരണം. അപ്പൊ പുളി ഇട്ടിട്ടുണ്ട്, കയ്പക്കായ നമ്മൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി വെന്ത് യോജിച്ച് വരണം. അപ്പൊ നമുക്ക് കുറച്ച് ടൈം ഉണ്ട്. അപ്പൊ ആ ടൈമിന് നമുക്ക് നമ്മുടെ കുഞ്ഞി ചലഞ്ച് ചെയ്യണ്ടേ. അപ്പൊ നമ്മള് കുഞ്ഞി ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്രം പറഞ്ഞിരിക്കാന്ന് പറയില്ലേ, നമ്മള് ചമ്രം പറഞ്ഞിരിക്കാണ്, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ എണീക്കുമ്പോ നമ്മള് കൈ വേറെ എവിടെയും ടച്ച് ചെയ്യാണ്ട് ഇരിക്കാന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വേറെ രീതിയിൽ ഇരിക്കാം. ഓക്കെ, ഇതേപോലെ ഒരു 3 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് കൈ ടച്ച് ചെയ്യാണ്ട് വേറെ എവിടെയും പിടിച്ച് എണീക്കാണ്ട് ചമ്മണം ഇരിക്കണം. ചമ്മണം പറഞ്ഞിരിക്കാന്ന് ഞങ്ങൾ സാധാരണ നമ്മുടെ കൊളക്കിയിലായിട്ട് പറയാം. അവിടുന്ന് നമ്മള് തനിയെ എണീക്കാൻ പറ്റണ അതൊരു ബോഡി ബാലൻസിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ മിക്കവർക്കും പറ്റും, ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് 30 എബവ് ഉള്ളവർക്കുള്ള ഒരു ചലഞ്ചാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു ചലഞ്ചുകളും ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും കൊണ്ട് ഞാൻ തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കണ്ടോളൂ കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട്. നമ്മുടെ കുക്കിങ്ങിന്റെ ഒപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റണവരും ചെയ്തു നോക്കാൻ ശ്രമിച്ചവരും എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായി നമ്മുടെ പാവയ്ക്ക പുളിഞ്ചി നോക്കണ്ടേ. അപ്പൊ നമ്മുടെ കറിയൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി. ഇത് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒന്നും ആവാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാളെ ഇതുപോലെ കേടില്ലാണ്ടിരിക്കണ ഒരു കറി. ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്ത തവണ നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.